എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ തുടങ്ങാണ്. ഈ വർഷത്തെ ആദ്യത്തെ വീഡിയോ ആണിത്. ഇന്നലെ എല്ലാ സ്ഥലങ്ങളിലും നല്ല രീതിയിലുള്ള ന്യൂ ഇയർ ആഘോഷങ്ങളായിരുന്നു. അപ്പോൾ ആ ആഘോഷത്തിൽ ശരിക്കും പല സ്ഥലങ്ങളിലും പല രീതിയിലുള്ള കരിമരുന്ന് പ്രയോഗങ്ങൾ, അതേപോലെ തന്നെ ഡ്രോൺ ഷോസ്, അങ്ങനെ ഒരുപാട് ഗ്ലോബലി വൈബ്രൻ്റ് ആയിട്ടാണ് ന്യൂ ഇയർ ആഘോഷിക്കപ്പെട്ടത്. അപ്പം കൃത്യമായിട്ട് യമനിൽ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ന്യൂ ഇയർ ആഘോഷം ഇന്നലെ നടന്നായിരുന്നു. അത് നടത്തിയത് വേറെ ആരുമല്ല, UK, അമേരിക്ക രണ്ടുപേരും കൂടെ ചേർന്ന്. അതായത് 2 ദിവസങ്ങൾക്ക് മുമ്പ് ഈ ഹൂത്തികൾ അമേരിക്കയുടെ ഒരു MK കാറ്റഗറിയിൽപ്പെട്ട ഒരു ഡ്രോൺ അടിച്ച് വീഴ്ത്തിയിട്ടുണ്ടായിരുന്നു. അത് ഏതാണ്ട് 34 മില്യണോളം വില വരുന്ന ഒരു ഡ്രോണാണ് അടിച്ചിട്ടത്. ഇത് രണ്ടാമത്തെ തവണയാണ് ഈ ഹൂത്തികൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ പ്രതിഷേധിച്ചുകൊണ്ട് അമേരിക്ക കൃത്യമായിട്ട് ഇന്നലെ 6 സ്ഥലങ്ങളിൽ യമന്റെ ഉള്ളിൽ ആക്രമണം നടത്തി. 6 ക്രിട്ടിക്കൽ ഏരിയാസിലാണ് ആക്രമണം നടത്തി. ഇവിടെ യമനിലേക്ക് കൃത്യം അവിടെ ഒരു ആഘോഷം നടത്തി ന്യൂ ഇയർ, ഒരു പുതുവർഷത്തിന് തുടക്കം കുറിച്ചത്. അവിടെ ആ സ്ഥലത്തിന്റെ പേരെന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ 21 പാർക്ക് എന്നാണ് ആ പാർക്ക് അറിയപ്പെടുന്നത്, ആ ഒരു സ്ഥലം അറിയപ്പെടുന്നത്. ഇത് സെപ്റ്റംബർ 21 എന്ന് പറഞ്ഞ ഡേറ്റ് അല്ല, ആ ഡേറ്റിന്റെ പേരിലാണ് ആ ഒരു പാർക്ക് അറിയപ്പെടുന്നത്, സെപ്റ്റംബർ 21 പാർക്ക്. ഇവിടെ ശരിക്കും എന്താണുള്ളത്, ഇവിടെ ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ട്. അതായത് ആംഡ് വെഹിക്കിൾസിന്റെ ഒരു ഹെഡ് ക്വാർട്ടേഴ്സ്, ആരുടെ, ഈ യമന്റെ ഹൂത്തികളുടെ ആംഡ് വെഹിക്കിൾസിന്റെ ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് ആണ് അവിടെ ഉള്ളത്. ആ ഹെഡ് ക്വാർട്ടേഴ്സാണ് അറ്റാക്ക് ചെയ്തത്. ഈ ഹെഡ് ക്വാർട്ടേഴ്സ് ഉൾപ്പെടാതെ വേറെയും കുറെ സ്ഥലങ്ങൾ അറ്റാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിന് പൂർണ്ണമായ രൂപം കൃത്യമായിട്ട് വെളിയിൽ വന്നിട്ടില്ല. നമ്മളത് തിരക്കിക്കൊണ്ടിരിക്കുകയാണ്, എന്തൊക്കെ സ്ഥലങ്ങളാണ് അറ്റാക്ക് ചെയ്ത് പൊളിച്ചു കൊടുത്തിരിക്കുന്നുള്ളത്. കൃത്യമായി 6 സ്ഥലങ്ങളിൽ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് US, UK തന്നെയാണ് കൃത്യമായിട്ട് പുറത്തു വിട്ടിരിക്കുന്നത് ഈ വാർത്ത. USS ഹെൻറി S. ട്രൂമൻ എന്ന് പറഞ്ഞ ഒരു എയർക്രാഫ്റ്റ് കാരിയറിൽ നിന്നാണ് ഈ ഒരു ആക്രമണം ചെയ്തത്. അതുപോലെ തന്നെ ഇന്നലെ IDF ലെബനാന്റെ ഉള്ളിൽ, സൗത്ത് ലെബനാന്റെ ഉള്ളിൽ എയർ സ്ട്രൈക്ക് നടത്തി. സീസ് ഫയർ നിലനിൽക്കെ തന്നെയാണ് ഈ ഒരു എയർ സ്ട്രൈക്ക് നടത്തുന്നത്. ഇത് പലപ്പോഴായിട്ട് ഇസ്രായേൽ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഇതിനെതിരെ ശക്തമായ രീതിയിൽ ഹിസ്ബുള്ള ഇത്തവണ പ്രതികരിച്ചിട്ടുണ്ട്. അതായത് അവർ പറഞ്ഞിരിക്കുന്നത്, സീസ് ഫയർ 60 ദിവസമല്ലേ, 60 ഡേയ്സ് ആണല്ലോ. ഈ 60 ദിവസത്തിൽ നിങ്ങൾ 61ാമത്തെ ദിവസം നിങ്ങൾ ഇങ്ങനെ ചെയ്തു നോക്കൂ, അപ്പം ഞങ്ങൾ അതിനൊരു മറുപടി തരും. ഇങ്ങനെ ആയിരിക്കില്ല ഞങ്ങൾ പ്രതികരിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള ഒരു വാണിംഗ് ആണ്, ഒരു താക്കീതായിട്ട് ഇസ്രായേൽ കൊടുത്തിരിക്കുന്നത്. ഇസ്രായേൽ അതിനെ യാതൊരു രീതിയിലും മുഖവിലക്കെടുക്കുന്നതായിട്ട് കാണുന്നില്ല. ഇസ്രായേൽ ഇപ്പൊ തന്നെ, അതായത് ഹിസ്ബുള്ളയുടെ കയ്യിൽ ഒന്നും ഇല്ല, ചിലപ്പോൾ ഇനി 1-2 ഈ ഇപ്പോഴും പിടിച്ചെടുക്കുന്നില്ലേ മിസൈലുകൾ എന്ന് പറഞ്ഞിട്ട്, റോക്കറ്റുകളൊക്കെ, അതേപോലെ എന്തെങ്കിലുമൊക്കെ കാണും. മാരകമായ ആക്രമണം നടത്താനുള്ള ശേഷി ഇപ്പം ഹിസ്ബുള്ളയ്ക്ക് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു ചോദ്യചിഹ്നമാണ്. പക്ഷെ എന്നാലും അവരുടെ ഭാഗത്തു നിന്ന് അവർ കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു താക്കീതാണ്. അതായത് നിങ്ങളിങ്ങനെ തുടരെ അറ്റാക്ക് ചെയ്യരുത്, പിന്നെ തീർച്ചയായിട്ടും വന്നിട്ട് കാല് പിടിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അവർ പറയുന്നതാണ്, അതായത് 61ാമത്തെ ദിവസം നിങ്ങൾ ഈ അറ്റാക്ക് ചെയ്ത് നോക്കുക, അപ്പം ഞങ്ങൾ മറുപടി തരാമെന്ന്. അത് ഇപ്പൊ അവര് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു അറ്റാക്ക് അത് സീസ് ഫയറിൽ വെച്ചിട്ടുണ്ട്. ഇസ്രായേൽ കൃത്യമായിട്ട് സീസ് ഫയറിൽ ഈ ഒരു കണ്ടീഷൻ വെച്ചുകൊണ്ട് തന്നെയാണ് സീസ് ഫയർ കൊടുത്തിരിക്കുന്നത്. അതായത് എവിടെയെങ്കിലും നിയമലംഘനങ്ങൾ, അതായത് അവർക്കെതിരെയുള്ള ത്രെട്ട്, ഇസ്രായേൽ എന്ന് പറഞ്ഞുള്ള രാജ്യത്തിന്റെ ത്രെട്ട് എവിടെയെങ്കിലും, അതായത് ഇസ്രായേൽ എന്ന് പറഞ്ഞ ഒരു കൺട്രിയുടെ എക്സിസ്റ്റൻസിനെ എവിടെയെങ്കിലും ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിൽ അവർക്കെതിരെ എന്തെങ്കിലും ഒരു ആക്രമണം പ്ലാൻ ചെയ്യുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ ആക്രമണം നടത്തും എന്ന് വൃത്തിയായിട്ട് ആ കോൺട്രാക്റ്റിൽ എഴുതി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ അടിക്കുന്നത്. യുണൈറ്റഡ് നേഷൻസിൽ ഒരു ഡ്രാമ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഡ്രാമ എന്ന് പറഞ്ഞാൽ, ഇസ്രായേൽ കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് ഏതാണ്ട് ഒരു 240 തീവ്രവാദികളെ ഈ ഗാസ, നോർത്തേൺ ഗാസ ഭാഗത്തുള്ള ഒരു ആശുപത്രിയിൽ നിന്നും പിടികൂടിയിട്ടുണ്ടായിരുന്നു. ഈ ഖമാൽ അദ്വാൻ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ ആശുപത്രിയിൽ നിന്ന് പിടികൂടിയിട്ടുണ്ടായിരുന്നു. അതിനെ ശരിക്കും ഗാസ ഹോസ്പിറ്റൽ എന്നും കൂടെ അവർ വിളിക്കുന്നുണ്ട്. ഇത് ഹമാസിന്റെ കീഴിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരു ഹോസ്പിറ്റലാണ്. അപ്പൊ അതുകൊണ്ടാണ് അവിടെ 240 പേരെ, ആ ഒരു തീവ്രവാദികളെ അവിടെ നിന്ന് കിട്ടിയത്. അപ്പൊ ഇതിൽ നിന്നും കൃത്യമായിട്ട് ഇസ്രായേൽ കുറെ ഡീറ്റെയിൽസ്, ഇവരുടെ അത് ഈ ജീവനോടെ പിടികൂടിയ കുറെ ആൾക്കാരുടെ കയ്യിൽ നിന്ന് അവർ കൃത്യമായിട്ട് കുറച്ച് ഡീറ്റെയിലുകൾ ചോർത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇവര് ഈ ഒരു റിയൽ ടൈമിൽ അവിടെ നിന്ന് പിടികൂടപ്പെട്ട ആൾക്കാരാണ്. ഇവര് ഇതിന് മുമ്പോ അല്ലെങ്കിൽ ഇതിന് പഴയ കേസുകളിൽ പിടിക്കപ്പെട്ട ആൾക്കാരല്ല. ഈ ഒരു വാർ നടക്കുന്ന സമയത്ത് തന്നെ ഈ റിയൽ ടൈമിൽ അവിടെ നിന്ന് പിടിക്കപ്പെട്ട ആൾക്കാരാണ്. അപ്പൊ ഇസ്രായേലിന്റെ ശ്രമം എന്ന് പറഞ്ഞാൽ അവരുടെ നിന്ന് ഒരുപാട് ഇൻഫർമേഷൻസ് ചോർത്തിയെടുക്കാൻ കഴിയും. അങ്ങനെ ഓരോന്നായിട്ട് ചോർത്തി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചോർത്തി എടുത്ത ഒരു ഇൻഫർമേഷനാണ് ഇന്തോനേഷ്യൻ ഹോസ്പിറ്റലിൽ ഒരു ബോംബ് വെച്ചിട്ടുണ്ട് ഇവര്, ഏത് നേരത്തും അവർക്ക് അത് ആക്ടിവേറ്റ് ചെയ്യാൻ കഴിയും എന്നുള്ള ഇൻഫർമേഷൻ കണ്ടെത്തിയത്. IDF കൃത്യമായിട്ട് ആ സ്ഥലത്ത് പോയിട്ട് അതിനെ നിർവീര്യമാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഏതാണ്ട് 14ഓളം തീവ്രവാദികളെ വധിച്ചിട്ടുണ്ട് ഇസ്രായേൽ ഈ ഒരു കഴിഞ്ഞ 2 ദിവസത്തിനകത്ത്. ഇത്തരം കൃത്യമായിട്ടുള്ള ആക്ഷൻ പ്ലാനുകൾ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ UN-ൽ നിന്നും ഈ ഒരു ഫ്രാൻസിസ്ക ആൽബനീസ് എന്ന് പറഞ്ഞ യുണൈറ്റഡ് നേഷൻസിന്റെ സ്പെഷ്യൽ അപ്പോയിന്റിയാണ് ഇവർ. ഈ ഫ്രാൻസിസ്ക ആൽബനീസ് എന്ന് പറഞ്ഞ വ്യക്തി, ഇവര് UN-ന്റെ സ്പെഷ്യൽ അപ്പോയിന്റിയാണ്. ഗാസയിലുള്ള മെഡിക്കൽ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടുള്ള, മെഡിക്കൽ എയ്ഡ് നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ അപ്പോയിന്റിയാണ്. ഇവര് UN-ൽ പോയി പറഞ്ഞിരിക്കുകയാണ്, അതായത് ഞങ്ങൾ ഇസ്രായേലുമായിട്ട് ഡീൽ ചെയ്യുന്ന എല്ലാ പരിപാടികളും നിർത്തുകയാണെന്നുള്ളതാണ്. അപ്പൊ അതിന്റെ കാരണം അത് ഇസ്രായേൽ അവിടെ ജനോസൈഡ് നടത്തുന്നൊക്കെയാണ് അവർ പറയുന്നത്. പക്ഷേ
ഇസ്രായേൽ യുദ്ധം തുടങ്ങിയത് ഇന്നോ ഇന്നലെയോ അല്ല, അത് ഇന്നലെ കുറെ നാളായി. അപ്പൊ അവർ ഇപ്പൊ കൃത്യമായിട്ട് പോയി ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് മനസ്സിലാക്കുമ്പോഴത്തേക്കും ഈ 240 തീവ്രവാദികളെ സംരക്ഷിച്ചിരുന്ന ആ ആശുപത്രിയുടെ ഡയറക്ടർ ആയിട്ടുള്ള ഒരു ഡോക്ടർ ഉണ്ട്. ആ ഡോക്ടറെ ഇസ്രായേൽ അറസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ കൃത്യമായിട്ട് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇത്തരം ഹമാസ് തീവ്രവാദികളെ എന്തിനാണ് നിങ്ങൾ ഇവിടെ സംരക്ഷിച്ചത് എന്നുള്ള ചോദ്യം ഉറപ്പായിട്ടും വരുമല്ലോ. അപ്പൊ ആ രീതിയിൽ തീവ്രവാദികളെ സംരക്ഷിച്ചതിനെതിരെയുള്ള ചോദ്യം ചോദിക്കാനാണ് അയാളെ കൊണ്ടുവച്ചിരിക്കുന്നത്. അപ്പൊ അയാളെ ഇപ്പൊ തന്നെ വിട്ടുകിട്ടണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു പ്രതിഷേധം. അതിന് ഇവിടെ നിന്നല്ല, പല സ്ഥലങ്ങളിലുള്ള UN റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ള മെഡിക്കൽ പ്രൊഫഷണൽസ് ഇതിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. അവരാണ് ഇപ്പൊ UN ഈ ഒരു പ്രഷർ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഹുസാം അബു സഫിയ എന്നാണ്. ഈ ഹുസാം അബു സഫിയയാണ് ഇപ്പൊ അറസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവർക്ക് കൃത്യമായ ഇൻവോൾവ്മെന്റ് ഉണ്ട്. ഇവർക്ക് ഇതിനകത്ത് ഈ ഒരു ഹമാസ് തീവ്രവാദികൾ ഇവരാണ് അവിടെ സപ്പോർട്ട് ചെയ്ത് പരിപോഷിപ്പിച്ച് നിർത്തിയിരിക്കുന്നത്. മെഡിക്കൽ ഐഡന്റിറ്റി ഒക്കെ കൊടുത്ത് മെഡിക്കൽ പ്രൊഫഷണലായിട്ട് ഇവർക്ക് യഥാർത്ഥത്തിൽ മെഡിക്കൽ പ്രൊഫഷണൽ അല്ല ഇവർ. അവർക്ക് മെഡിക്കൽ പ്രൊഫഷണൽ എന്നുള്ള ജോബ് ഐഡന്റിറ്റി കൊടുത്ത് അവരെ അവിടെ പണിക്ക് വെച്ചിരിക്കുന്നു എന്നുള്ള അങ്ങനെ ഒരു സൽപ്രവൃത്തിയാണ് അവർ ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് അവരെ പിടിച്ച് അവിടെ അറസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇത് അല്ലാതെ ഡോക്ടറെ വിടണം അവിടെ പോയി UN പോയി എന്ന് കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അത് ഇസ്രായേൽ അത് ഒരിക്കലും ചെവിക്കൊള്ളാൻ പോകുന്നില്ല എന്നുള്ളതാണ്. ഇസ്രായേലിന് കൃത്യമായിട്ടുള്ള ടാർഗറ്റ് ഉണ്ട്, ടാസ്ക് ഉണ്ട്. അവർ അതനുസരിച്ച് മുന്നോട്ട് പോവുള്ളൂ. പിന്നെ അവിടെ പോയി UN പോയിട്ട് ഞങ്ങൾ പോകുന്നില്ല വെക്കുന്നില്ല പറഞ്ഞാൽ UN ഇനിയിപ്പം വേറെ ആൾക്കാരെ അയക്കും, അത്രേ ഉള്ളൂ. കാരണം ഇസ്രായേലിന്റെ കയ്യിൽ എല്ലാത്തിനും തെളിവുണ്ട്. അവർ ഈ തെളിവുകൾ എടുത്തിടുമ്പോഴത്തേക്കും UN ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ UN പണ്ട് തൊട്ടേ ഇസ്രായേലിനെ ഇങ്ങനെ കൗണ്ടർ ചെയ്തുകൊണ്ടാണ് വരുന്നത്. എല്ലാ കാര്യങ്ങൾക്കും ഇസ്രായേൽ കൃത്യമായിട്ടുള്ള എക്സ്പ്ലനേഷൻ കൊടുത്താണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ വിഷയത്തിലും അങ്ങനെ തന്നെയായിരിക്കും. 240 പേരെ അവിടെ സംരക്ഷിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതും ഫേക്ക് ഐഡിയിൽ അവരെ പ്രൊട്ടക്ട് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് ഇസ്രായേലിന്റെ കാഴ്ചപ്പാടിൽ അവരുടെ രാജ്യത്തിന്റെ ഒരു ത്രെട്ടാണല്ലോ. ഈ ഒരു ഹമാസ് തീവ്രവാദം എന്ന് പറയുന്നത് അവരുടെ October 7 നടത്തിയതിന്റെ മുഖ്യ സൂത്രധാരന്മാരും അതുപോലെ തന്നെ അവരുടെ രാജ്യത്തിന്റെ നിലനിൽപ്പിന്റെ ഒരു ഭീഷണിയാണ്. അപ്പൊ തീർച്ചയായിട്ടും അവരതിന് നടപടിയെടുക്കും. അതിന് UN അല്ല, ആർക്കും ഒന്നും ചെയ്യാനില്ല എന്നുള്ളത്. ഈ കാണുന്ന വ്യക്തിയാണ് മുഹമ്മദ് ഹംദാൻ. ഈ മുഹമ്മദ് ഹംദാൻ ആരുമല്ല, ഇയാൾ ഒരു ജനറൽ സെക്രട്ടറിയാണ്. ഫത്തേ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി. പാലസ്തീനിൽ, അതായത് വെസ്റ്റ് ബാങ്കിന്റെ ഭാഗത്തിരിക്കുന്ന പാലസ്തീനിൽ ഫത്തേ പാർട്ടി റൂൾ ചെയ്യുന്ന ആ ഭാഗത്തുള്ള ജനറൽ സെക്രട്ടറിയാണ്. ഈ ജനറൽ സെക്രട്ടറി ഇയാൾ എന്താണ് പറഞ്ഞിരിക്കുന്നത് പറഞ്ഞാൽ, ഇയാള് ട്രംപ് വന്നു കഴിഞ്ഞാൽ ഹമാസിനെയും ഇറാനെയും തൂത്ത് പിറക്കി എറിയും എന്നാണ് ഇയാൾ പറഞ്ഞിരിക്കുന്നത്. അയാളുടെ സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് ഇവര് രണ്ടുപേരും സെയിം റിലീജിയൻ എല്ലാം ഒന്നാണ്. എന്നിട്ടും ഇവര് ഈ പാർട്ടി ബേസിൽ പൊളിറ്റിക്കലി ഇവർ ഡിഫറൻറ്റ്, അത്രേ ഉള്ളൂ. കൂടാതെ ഇപ്പം വെസ്റ്റ് ബാങ്കിന്റെ ഉള്ളിൽ നടത്തിയ ഒരു സർവേയിൽ അതായത് ഈ ഹമാസിന് കുറച്ചുകൂടെ മുൻതൂക്കം കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു വെറുപ്പും കൂടെ ആവാം പുള്ളിക്ക്. അതായത് പാലസ്തീനിയൻ ജനങ്ങളോടാണല്ലോ ഇത് പറയുന്നത്. അപ്പൊ അതായത് നിങ്ങൾ എന്തിനാണ് ഈ ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്നത്? ശരിക്കും ഈ ട്രംപ് ഇനൊരു 2 ആഴ്ചയിൽ വന്നു കഴിഞ്ഞാൽ ഈ ഹമാസിനെയും ഇറാനെയും തൂത്ത് പിറക്കി എറിയും. അതിനുശേഷം ഇവിടെ നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? കാരണം ഈ ഫത്തേ പാർട്ടി എന്ന് പറയുന്നത് സൗദി ആ ഒരു സുന്നി വിഭാഗത്തെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ടീമുകളാണ്. അപ്പൊ അവർക്ക് കൃത്യമായിട്ട് ഇറാനെയും ഈ ഹമാസിനെയും തള്ളി പറയാൻ യാതൊരു മടിയില്ല എന്നുള്ളതാണ്. അതാണ് ആ ഉള്ളിൽ കിടന്ന ആ സാധനമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇപ്പം UK നടക്കുന്ന ഒരു റാലിയാണിത്. ആ റാലിയിൽ നിങ്ങൾ കണ്ടല്ലോ, ആ ബാനറിൽ എന്താണ് എഴുതിയിരിക്കുന്നത്, കൃത്യമായിട്ടൊന്ന് വായിച്ചോളൂ. അതായത് അവർ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് വി ഡോണ്ട് വാണ്ട് സ്റ്റേറ്റ്, അവർക്ക് പാലസ്തീനിയൻ സ്റ്റേറ്റ് വേണ്ട, നമുക്ക് 1948 മുമ്പ് എന്തായിരുന്നു അതാണ് വേണ്ടതെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. ഇത് 1948 എന്താണോ ഉണ്ടായിരുന്നത് അത് മതി എന്നാണ് അവർ പറയുന്നത്. അപ്പൊ ഇപ്പം അവിടെ ഒരു ചോദ്യം വരുന്നത്, പിന്നെ 1948 പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ യുദ്ധം ഉണ്ടാക്കിയത്? 1948 ഇസ്രായേൽ എന്ന് പറഞ്ഞൊരു രാജ്യം ജനിക്കുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് പ്രശ്നം ഉണ്ടാക്കിയത്? പിന്നെ ഇപ്പൊ നിങ്ങൾക്ക് 1948 മതി. എന്നാ പിന്നെ അന്ന് തന്നെ മിണ്ടാതിരുന്നിരുന്നെങ്കിൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ലല്ലോ. ഇപ്പൊ 2 സ്റ്റേറ്റ് ആയിട്ട് വൃത്തിയായിട്ട് പോകത്തില്ലായിരുന്നു. ഞങ്ങൾക്ക് ഇപ്പം 2 സ്റ്റേറ്റ് അല്ല വേണ്ടത്, ഞങ്ങൾക്ക് പാലസ്തീനിയൻ സ്റ്റേറ്റ് വേണം, ഞങ്ങൾക്ക് 1948 പോകണമെന്നാണ് പറയുന്നവർ. പൊക്കോ, നിങ്ങൾ ആര് വേണ്ടെന്ന് പറഞ്ഞത്? പൊക്കോ. 1948 ആ ഒരു അവകാശം സ്ഥാപിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ പൂർണ്ണ സപ്പോർട്ടാണ്. നിങ്ങൾ ആയുധങ്ങളൊക്കെ സംഘടിപ്പിച്ച് നിങ്ങൾ മുന്നോട്ട് പോയി അടിച്ച് നേരിട്ട് നിൽക്കൂ, അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്ത് 48 മുമ്പുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഉണ്ടാക്കിക്കോ, ഒരു വിരോധവും. ഇപ്പൊ UK ഈ വിഷയം പറഞ്ഞുകൊണ്ട് തന്നെ UK ഒരു കാര്യം കൂടെ പറയാം. ഡോക്ടർ റഹൈനെ, ഈ റഹൈനെ ഡോക്ടർ ഇവര് അതിഭീകരമായ രീതിയിൽ ഇസ്രായേലിനെ വിമർശിക്കുകയും UK തന്നെ തീവ്രവാദികൾ എന്ന് വിളിക്കുന്ന UK ഇപ്പോഴും അതിന്റെ ഒരു കണക്ടിവിറ്റിയിൽ ഹൂത്തികൾക്കെതിരെ ഫൈറ്റും നടത്തിക്കൊണ്ടിരിക്കുന്ന UKയുടെ ആ മണ്ണിൽ തന്നെ നിന്നുകൊണ്ട് ഇവർ പറയുന്നത്, ഇവർ പാലസ്തീനെ സപ്പോർട്ട് ചെയ്ത പ്രശ്നമൊന്നുമില്ല. അവിടെ പാലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ഗാസയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്, ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. എന്തിനു ഭേദം ഓരോ മുസ്ലിമാനും അത് സപ്പോർട്ട് ചെയ്യുന്നത് തന്നെയാണ്. അവർക്കൊക്കെ അവിടെ സുഖമായിട്ട് ജീവിക്കാൻ ഒരു പ്രശ്നമില്ല. ഇവർ കൃത്യമായിട്ട് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ, ഹമാസിന്റെ ലീഡേഴ്സും ഹെസ്ബുള്ളയുടെ ലീഡേഴ്സും, ഹമാസ് ആൻഡ് ഹെസ്ബുള്ള ലീഡേഴ്സ് ആർ ലെജൻഡ്സ്, ഇതാണ് അവർ പറഞ്ഞത്. ഈ ഒരു ടാഗ് ലൈൻ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് 1-2 മാസത്തേക്കല്ല, 18 മാസത്തേക്ക് എനിക്ക് ജോലിയില്ല. 18 മാസത്തേക്ക് അവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിരിക്കുകയാണ്. ടോട്ടലി ക്രാക്ക് ഡൗൺ. 18 മാസം ജോലിയും ശമ്പളം വരുമാനമൊന്നും ഇല്ലാതെ
UK പോലത്തെ ഒരു നഗരത്തിൽ ജീവിക്കുന്ന ഒരു അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കും. ചിലപ്പോൾ ഇനിയിപ്പോൾ ഈ ഹമാസും ഹിസ്ബുള്ള തീവ്രവാദികളൊക്കെ ഫണ്ട് അയച്ചു കൊടുക്കുമായിരിക്കും. അല്ലാതെ പിന്നെ നമ്മൾ എന്ത് പറയാനാണ്? എന്തിനാണ് ഈ ഒരു യുദ്ധത്തിന്റെ പേരിൽ സ്വന്തം ജോലി കളയുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങളൊക്കെ പെരുമാറുന്ന ആൾക്കാർ? കുറച്ചൊക്കെ കോമൺ സെൻസ് വേണം. ഈ ബന്ദികളുടെ കാര്യം കുറച്ചാൾ നമ്മൾ പറഞ്ഞിട്ടില്ല, ഈ ഹോസ്റ്റേജസ്. അപ്പൊ അതില് ഇപ്പൊ നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഏതാണ്ട് 34 പേര് മാത്രമേ ജീവനോടെ ഉള്ളൂ എന്നുള്ളതാണ് കേട്ടോ. ബാക്കിയുള്ളവരെല്ലാം അതാണ്. അപ്പൊ ആ ഒരു സ്ഥിതിയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ അതില് ഇപ്പം ഈ ഹമാസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഒരു 12 ഡെഡ് ബോഡി പ്ലസ് ജീവിച്ചിരിക്കുന്ന കുറച്ച് ആൾക്കാർ അവരെ തരാം, കുറച്ച് ആൾക്കാരെ ഹോൾഡ് ചെയ്യുന്നുണ്ടെന്നാണ് അവർ പറയുന്നത്. അപ്പൊ അവർക്ക് അതിന്റെ സ്ട്രാറ്റജി അവർ ചിലപ്പോൾ ഹമാസ് അതിന്റെ ഉള്ളിൽ തീരുമാനിച്ചിട്ടുണ്ടാവാം. അതുകൊണ്ട് തന്നെ ആയിരിക്കും അവർ അങ്ങനെ തീരുമാനിക്കുന്നത്. പക്ഷേ ഇസ്രായേൽ പറയുന്നത് ഡെഡ് ബോഡീസിനെ നിങ്ങൾ കുറച്ച് പിന്നീട് തന്നാൽ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ജീവനോട് ഇരിക്കുന്ന 34 വരെ ആദ്യം ഇങ്ങോട്ട് വിടുന്നതാണ് പറയുന്നത്. അതിന് ഇതുവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒത്തുതീർപ്പാവുന്നില്ല. ഇതാണ് ഇപ്പൊ ലാസ്റ്റ് ഫേസിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം. ഇസ്രായേൽ ചോദിക്കുന്നത് മുഴുവനും, അതായത് ഫുൾ ആയിട്ട് ഇപ്പൊ നിങ്ങൾ 34 പേരെ ജീവിച്ചിരിക്കുന്നുള്ളത് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 34 പേരെ നിങ്ങൾ തിരിച്ചു വിട്ടോളൂ, ബാക്കിയുള്ള ഡെഡ് ബോഡീസ് ഞങ്ങൾ സ്ലോലി റിക്കവർ ചെയ്യാം. ഹമാസ് അതിന് സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ്. ആ രീതിയിലാണ് ഈ ഒരു സംസാരം മുന്നോട്ട് പോകുന്നത്. പക്ഷെ ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല. ഇത് തീരുമാനമാവുമെന്ന് തോന്നുന്നില്ല. ഇനിയിപ്പോ പതിയെ ഈ 34 പേരും കൂടെ ഏകദേശം ഒരു തീരുമാനത്തിലാകുന്ന ഒരു അവസ്ഥയാവും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒരു ഡീലിൽ എത്താൻ പറ്റുന്നില്ല. അതായത് ജീവനോടെ ഇരിക്കുന്ന ആൾക്കാർ വരെ മരിച്ചു പോകുന്ന അവസ്ഥയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഈ ഹോസ്റ്റേജുകളെ ചൊല്ലി ഇസ്രായേലിന്റെ ഉള്ളിൽ നല്ല രീതിയിലുള്ള പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. എന്തുമാത്രം നമ്മൾ കഷ്ടപ്പെട്ട് മുന്നോട്ട് പോയെങ്കിലും പല രീതിയിലുള്ള സക്സസ് നമ്മൾ നേടിയെങ്കിലും ഈ ബന്ദികളെ റിലീസ് ചെയ്യാൻ പറ്റാത്തത് ഒരു പരാജയം തന്നെയാണ് എന്നാണ് ഉള്ളിലുള്ള വിലയിരുത്തൽ. ഇസ്രായേലിന്റെ ഉള്ളിലുള്ള വിലയിരുത്തലാണ് കേട്ടോ. അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു സോ മച്ച്.